വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫിറ്റ്. ഇന്നത്തെ റീഡിംഗ് ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ടേണിംഗ് പോയിന്റ് എന്താണ്, എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ടോറസ്, വീനസ്, നോട്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് കാപ്രിക്കോൺ ആണ് വന്നിരിക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യുന്ന ഈ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. ആകെ ഒരു കാർഡ് ഷഫിൾ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതാണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനിവിടെ വന്നിരിക്കുന്ന കാർഡ് വൈ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡിൽ നിന്നും, ഈ എനർജിയിൽ നിന്നും റീജനറേഷൻ എന്ന് പറയുന്ന എനർജിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ റീജനറേഷൻ എന്ന് പറയുന്ന കാർഡിന് മുകളിലായിട്ട് നോട്ട് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. അതായത് ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനി ആക്ടിവേറ്റഡ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി ഷിഫ്റ്റ് ഓൾറെഡി തന്നെ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഒരു 2026 നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു മേജർ ഷിഫ്റ്റ്. അതുപോലെ ഈ ഒരു ഷിഫ്റ്റിലേക്ക് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ ചോദ്യങ്ങളുണ്ട്. വൈ എന്നുള്ളൊരു ചോദ്യം മീൻസ് നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ആൻസർ ഉണ്ടാവില്ല, ആ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം എപ്പോഴും വൈ എന്ന് പറയുന്നൊരു കാർഡ് വരുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് റീജനറേഷൻ എന്ന് പറയുന്നൊരു കാർഡിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റമാണ്. ആ ചോദ്യം അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആ വൈ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് കാരണം, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്നും ഈ റീജനറേഷൻ എന്ന് പറയുന്നൊരു കാർഡിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ഈ 2026 നടക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ്. ഇതിനിടയിലാണ് ആ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ടാണ്. ഡെസ്റ്റിനി ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ ഈ റീജനറേഷൻ വന്നിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഒരു തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത്. കാരണം അത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ലെസൺ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത്രവരെയും നിങ്ങൾക്ക് എന്താണോ ആ കാര്യത്തിൽ നിന്ന് പഠിക്കേണ്ട ലെസൺ, അതിൽ നിന്ന് നിങ്ങൾ തെന്നി മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആ ഒരു പോയിന്റ് എന്താണോ നിങ്ങൾക്ക് എത്തേണ്ട പോയിന്റ് അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ വൈ എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് മിസ്റ്റേക്ക്, അതുപോലെ നിങ്ങളുടെ ഫാമിലി കർമ്മ, റിപ്പീറ്റഡ് പാറ്റേൺ, ഇഗ്നോർഡ് ലെസൺസ്. അതായത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വെച്ച ലെസൺസാണ് നിങ്ങൾക്ക്, അതിൻ്റെ ആൻസറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു റീജനറേഷൻ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറി വരുന്നത്. ഓൾഡ് സെൽഫ് നിങ്ങളുടെ മാറുന്നുണ്ട്. ഓൾഡ് സെൽഫ് അവിടെ ഡെഡായിട്ട് ന്യൂ സെൽഫ് വരുന്നുണ്ട്. ന്യൂ ഐഡൻറ്റിറ്റി ജനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രോങ് ഇൻഡ്യൂഷൻ ഉണ്ടാവും. സൈലൻസ് ആണ് നിങ്ങളുടെ പവർ. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ നിങ്ങൾക്ക് വരാൻ പോകുന്ന സൈലൻസിൽ ഉണ്ടാവുന്ന പവർ. നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ സൈലൻസ് ആണ്. ആ സൈലൻസിലാണ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്നുണ്ട് ഒരു ക്ലീനപ്പ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ക്ലീൻ ഇറ്റ് അപ്പ് എന്ന് പറയുന്ന കാർഡ്, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ക്ലീൻ ആവുന്നുണ്ട്. നിങ്ങളിൽ സപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇമോഷൻസ് ക്ലീൻ ആവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഫിയർ ബേസ്ഡ് ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ഭയത്തിൽ നിന്ന് തീരുമാനം എടുക്കാതിരിക്കുക. ഭയത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അത് റോങ് ആയിട്ടാണ് വരിക. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ കാമായിട്ട് നിൽക്കുന്നത് ആ സമയത്ത് മാത്രം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കണ്ടെങ്കിൽ ആ ടൈം മാത്രം എടുക്കുക. ഒരിക്കലും കൺഫ്യൂഷനിൽ നിന്നോ ഭയത്തിൽ നിന്നോ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം അത് നിങ്ങൾക്ക് റോങ് ആയിട്ട് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ പീപ്പിൾ പ്ലീസിങ് സ്റ്റോപ്പ് ചെയ്യാം.
നിങ്ങളുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും പീപ്പിൾ പ്ലീസിങ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ഒരിക്കലും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗിൽട്ട് ഉണ്ടാക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ആ കുറ്റബോധത്തിന് ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാതെ ശ്രദ്ധിക്കണം. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഴയ എനർജി ഇനി ക്യാരി ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ ന്യൂ ലൈഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ എനർജിയിലേക്ക് പോവേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അസ്തിത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് മെൻഡിങ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ മെൻഡിങ് എന്ന് പറയുന്നൊരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ഹീലിംഗ് ഫേസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിപ്പയർ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ആൾക്കാരിലും അല്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലുമായിട്ട് കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുത്താൽ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ, നിങ്ങൾ സ്നേഹിച്ച ഒരാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് ഉള്ളതെങ്കിൽ അവിടെ ഒരു റിപ്പയർ നടക്കുന്നുണ്ട്, അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ആയ ആൾക്കാരിൽ നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഹീലിംഗ് സംഭവിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും റിലേഷൻഷിപ്പ് ട്രോമ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് ഹീലിംഗ് നടക്കുന്നത്. ഇതെല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവരിലും ഇത് സംഭവിക്കില്ല. നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അങ്ങനെയുള്ളവരിലാണ് ഈ ഒരു ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ വോൺസ് ഹീലാവാനുണ്ട്. ആ ഒരു ഹീലിംഗ് ടൈമാണിപ്പോൾ. അത് പ്രകൃതി തന്നെ ഈ ഒരു ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങൾ നാച്ചുറലി റീജോയിൻ ആവുന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീനസ് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുള്ളത്. അതായത് എക്സ്റ്റേണൽ ലവിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പുറത്തുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം. നിങ്ങൾ പുറത്ത് എന്തിനോടാണോ കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളത്, ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാറിയിട്ട് അതിൽ ഒരു ഡിവൈൻ പേർപ്പസ് ഉണ്ട്. ആ ഒരു പേർപ്പസിലേക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന സെൽഫ് ലവ് ആണ് ഇവിടെ വരുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വേർത്ത് കൊടുക്കുന്നത്, നിങ്ങളുടെ സെൽഫ് വേർത്ത് മനസ്സിലാക്കുന്നത്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത്, അത്രത്തോളം നിങ്ങളുടെ ഈ ഹീലിംഗ് കുറച്ച് ഫാസ്റ്റ് ആവും. ആ ഫാസ്റ്റ് ആവുന്നിടത്തു നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ചേഞ്ച് കാണാൻ പറ്റുന്നത്. ചേഞ്ച് മീൻസ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന റിപ്പയർ അത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ സെൽഫ് ഫോർഗിവ്നെസ് ചെയ്യാനുണ്ട്. അവനവനെ തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം സെൽഫ് ലവ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു അവനവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു ഇത് ചെയ്യാൻ പാടില്ല. കാരണം എനർജി ക്ലാഷ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് സംഭവിക്കാതെ ശ്രദ്ധിക്കണം. സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സെൽഫ് വർത്ത് മനസ്സിലാക്കാതെ അവനവനെ പഴിക്കുന്ന ആ ഒരു ക്യാരക്ടർ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് വർക്ക് ആകൂ. ഓൾറെഡി നിങ്ങളിൽ ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. മെൻഡിങ് എന്ന് പറയുന്ന കാർഡും വീനസ് എന്ന് പറയുന്ന കാർഡും, ഈ രണ്ട് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഡെസ്റ്റിനിയിലെ ടേണിംഗ് പോയിന്റ് സംഭവിക്കാൻ റിലേഷൻഷിപ്പും ഒരു കാരണമായിട്ട് വന്നതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് എനർജി ഈ ഒരു കാർഡിൽ, ഈ ഒരു റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് പിന്നൊരു കാർഡ് വന്നിരിക്കുന്നത്, ഫസ്റ്റ് കാർഡ് ടോറസ് ആണ് വന്നിരിക്കുന്നത്. ഈ ടോറസ് കാണിക്കുന്നത് നിങ്ങളുടെ പേഷ്യൻസിനെയാണ്. അതായത് ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ സ്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഷ്യൻസ് എത്രയുണ്ട് എന്നുള്ളത്, ആ ഒരു പേഷ്യൻസിൽ എല്ലാം ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഇത്രയും ക്ഷമയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് കാണിക്കുന്നത്, എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഈ ഒരു സ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അത് നിങ്ങൾക്കുള്ള ഒരു റിവാർഡായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ ക്ഷമ നല്ല രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിവാർഡ് നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ ടോറസ് കാണിക്കുന്നത്. അതൊരു കൾട്ടിവേറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ടൈം എടുക്കും. അതുകൊണ്ടാണ് ആ സ്ലോ. അതിന് ക്ഷമയും വേണം. എന്താണോ നിങ്ങളുടെ ഗോള് അത് നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതായിട്ടാണ് വരുന്നത്. അതിന് മസ്റ്റായിട്ടും ക്ഷമ വേണം.
പിന്നെ ലിബ്ര എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അതായത് ലിബ്ര എന്ന് പറയുമ്പം ഫൈനലി നിങ്ങൾ ബാലൻസിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇത്രകാലം നിങ്ങളിങ്ങനെ ഒരു ഇംബാലൻസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് പോയിട്ടുണ്ടാവുക, നിങ്ങളുടെ എനർജി പോകുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എല്ലാം കൂടി മൈൻഡ്, സോള്, സ്പിരിറ്റ് ഇതെല്ലാം ഒരു ബാലൻസിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ ഇമോഷനുമായിട്ട് ബാലൻസിൽ വരും. അതുപോലെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ സ്പിരിറ്റുമായിട്ട് ബാലൻസിൽ വരും. ഇത് മൂന്നും ബാലൻസിൽ വരുമ്പോഴാണ് നല്ലൊരു ലൈഫ് അവിടെ പുറത്തോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്, പുറത്തോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ക്ഷമ, ഈ ടോറസ് എന്ന് പറയുന്ന കാർഡ് കാണിച്ച പോലെ നിങ്ങളുടെ ഈ ക്ഷമ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടുപോകുന്ന എനർജി എന്ന് പറയുന്നത് ലിബ്രയാണ്. അതായത് ബാലൻസിലോട്ടേക്കാണ് വരുന്നത്. ഈ ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ നോർത്ത് നോഡിലേക്കാണ്, നിങ്ങളുടെ നല്ലൊരു ഡെസ്റ്റിനി ഷിഫ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുമ്പം നമുക്ക് 2 ഭാഗമുണ്ട് ലൈഫിന്. ഒരു ഭാഗം നമ്മുടെ കാർമിക് ലെസൺ പഠിക്കാനുള്ളൊരു ഭാഗം, അത് സൗത്ത് നോഡ് എന്ന് പറയും. അതിനുശേഷം അതൊക്കെ ലെസണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കംഫർട്ട് സോൺ നമുക്ക് ബ്രേക്ക് ആവും. അതിനുശേഷം വരുന്നതാണ് നോർത്ത് നോഡ്. അതാണ് നമ്മുടെ ശരിയായ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളുടെ സോൾ പേർപ്പസൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇതിലോട്ടേക്കാണ് നിങ്ങൾ ഈ ക്ഷമ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ക്ഷമയോടെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്ത് നിങ്ങളൊരു ബാലൻസിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അവിടേക്കാണ് എത്താൻ പോകുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇതാണ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാർഡ്, ഓവറോൾ എനർജി. ഈ ഒരു കാർഡ് കാണിക്കുന്നത്, ഈ ഒരു കാർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റീബിൽഡിങ് ആഫ്റ്റർ കാർമിക് ക്ലീനപ്പ് എന്ന് പറയുന്നൊരു മെസ്സേജാണ്. അതായത് നിങ്ങളുടെ കാർമിക് ക്ലീനപ്പിന് ശേഷം, നിങ്ങളുടെ കർമ്മ ക്ലെൻസിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബിൽഡ്, ലൈഫിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിലൊരു സ്ട്രക്ചർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സ്ട്രക്ചറിനെയാണ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് കാർഡ് കാണിക്കുന്നത്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവുന്നത്, ഒരാശയം പോലെ. പിന്നീട് അതിനൊരു അങ്ങനെ ഒരു ബിൽഡിങ് വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ, ഒരാശയം വന്നു കഴിയുമ്പോൾ പിന്നെ അതിനുള്ള ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കും. ആ വിഷ്വലൈസേഷൻ്റെ ഒരു പ്രൊജക്ഷനാണ് പിന്നീട് നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാറുന്നത്. പിന്നീട് അവിടെ കല്ല് വേണം, സിമൻറ്റ് വേണം, ഇതൊക്കെ കൂട്ടിയാണ് ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാവുന്നത്. ഈ ബിൽഡിംഗ് ഉണ്ടാവുന്ന ഒരു ഇയറാണ് നിങ്ങളുടെ ഈ ഒരു ഇയർ. അതാണ് ടേണിംഗ് പോയിൻ്റ്. ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ടേണിംഗ് പോയിൻറ്റിൻ്റെ എൻഡ് റിസൾട്ടാണ് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് വരുന്ന ഒരു ഇയറാണ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിലൂടെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ്. ബിൽഡിംഗ് ഉണ്ടാവുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ തന്നെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. പേഷ്യൻസ് വേണം. കാപ്രിക്കോൺ എന്ന് പറയുന്ന കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഒരു കാർഡ് വന്നിട്ടുള്ളത്. അത് കാണിക്കുന്നത് ലോങ് ടേം സക്സസ്സിനെ കാണിക്കുന്നതാണ്, അച്ചീവ്മെൻറ്റിനെ കാണിക്കുന്നതാണ്, ആഫ്റ്റർ ഡിസിപ്ലിൻ. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ലോങ് ടേം സക്സസ്സിനേക്കുള്ള ഒരു കാര്യമാണ്, ഒരു ഗുണമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങളുടെ ലോങ് ടേം സക്സസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്ന സ്ലോ മൂവിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് വരുന്നത്. അത് അവിടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയറിലാണെങ്കിലോ, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലോ, ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ഈ നോ കോണ്ടാക്റ്റോ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ സെപ്പറേഷനോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ റീസൺ ഉണ്ട്. ഇതൊക്കെ അവിടെ നടക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ലെസൺ ഉണ്ട്. സെൽഫ് വർത്ത് ഉണ്ടാവണം, ഒരു സെൽഫ് ബ്ലെയിം ചെയ്യാൻ പാടില്ല, പേഷ്യൻസ് ഉണ്ടാവണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് 100% എത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.